പണ്ട് പണ്ട് സുന്ദരപുരം എന്നൊരു രാജ്യത്ത് ഉഗ്രൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. പേരുപോലെ തന്നെ അദ്ദേഹം വളരെ ക്രൂരനായിരുന്നു. പ്രകൃതിയെ സ്നേഹിക്കാത്ത, പണത്തോട് മാത്രം ആർത്തിയുള്ള ആളായിരുന്നു ഉഗ്രൻ. തന്റെ കൊട്ടാരം വലുതാക്കാനായി രാജ്യത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കാൻ അദ്ദേഹം കൽപ്പനയിട്ടു. അങ്ങനെ രാജ്യം മുഴുവൻ ഉണങ്ങി വരണ്ടു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും താമസിക്കാനിടമില്ലാതായി. എന്നാൽ കൊട്ടാരത്തിന്റെ വടക്കുഭാഗത്ത് 1000 വർഷം പഴക്കമുള്ള ഒരു അത്ഭുത മരമുണ്ടായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള ഇലകളുള്ള ആ മരം വെട്ടാൻ രാജാവ് തന്റെ ഭടന്മാരോട് ആജ്ഞാപിച്ചു. മരം വെട്ടാനായി കോടാലി ഓങ്ങിയതും പെട്ടെന്ന് ആ മരത്തിൽ നിന്നൊരു പച്ച വെളിച്ചം വന്ന് ഒരു വനദേവത പ്രത്യക്ഷപ്പെട്ടു. ദേവത രാജാവിനോട് പറഞ്ഞു, മഹാനായ രാജാവേ, ഈ മരമാണ് രാജ്യത്തിന്റെ ജീവൻ, ഇതിനെ നശിപ്പിക്കരുത്. എന്നാൽ അഹങ്കാരിയായ രാജാവ് അത് കേട്ടില്ല. അദ്ദേഹം കോടാലി വാങ്ങി മരത്തിൽ ആഞ്ഞുവെട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, മരത്തിൽ വെട്ടേറ്റ അതേ നിമിഷം രാജാവിന്റെ കാലിലും കഠിനമായ വേദന അനുഭവപ്പെട്ടു. മരത്തിന്റെ വേദന രാജാവിനും അനുഭവപ്പെടാൻ തുടങ്ങിയതായിരുന്നു ആ മാന്ത്രിക വിദ്യ. ഓരോ തവണ മരത്തെ നോവിട്ടുമ്പോഴും രാജാവിനും വേദനിച്ചു. ഭയന്നുപോയ രാജാവ് കോടാലി താഴെയിട്ടു. മറ്റുള്ളവരെ നോവിക്കുമ്പോൾ അവർക്കും ഇതുപോലെ വേദനിക്കുമെന്നങ്ങ് മനസ്സിലാക്കണം, വനദേവത പറഞ്ഞു. തന്റെ തെറ്റു മനസ്സിലാക്കിയ ഉഗ്രൻ രാജാവ് മാപ്പു ചോദിച്ചു. അദ്ദേഹം അന്ന് തന്നെ രാജ്യത്തുടനീളം പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. ക്രമേണ സുന്ദരപുരം വീണ്ടും പച്ചപ്പുകൊണ്ട് നിറഞ്ഞു. ഉഗ്രൻ രാജാവ് പിന്നീട് നന്മയുള്ള രാജാവ് എന്നറിയപ്പെടാൻ തുടങ്ങി.